ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കി പരീക്ഷ എഴുതാനുള്ള സാഹചര്യമാണ് ഇന്നുള്ളത്. പ്രത്യേക കോച്ചിംഗ് ക്ലാസുകളും കൌൺസിലിംഗും വിദ്യാർത്ഥികൾക്ക് നൽകി അധ്യാപകരും രക്ഷിതാക്കളും സന്നദ്ധ സംഘടനകളും എല്ലാവിധ പിന്തുണയുമായി രംഗത്തുണ്ട്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപം വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് LIC ജീവനക്കാർ പണിമുടക്കി. മലബാർ ഗ്രൂപ്പിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭവന നിർമ്മാണ സഹായ വിതരണവും സ്കോളർഷിപ്പും. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ സംഘടനകൾ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. SSLC പരീക്ഷ ആരംഭിച്ചു. മാർച്ച് 23 വരെയാണ് പരീക്ഷ. ഉച്ചയ്ക്ക് 1:45 പരീക്ഷ ആരംഭിക്കുക. വെള്ളിയാഴ്ചകളിൽ പരീക്ഷയില്ല. ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് മലപ്പുറം ജില്ലയിലാണ്. ജില്ലയിൽ നിന്ന് മൊത്തം 48,298 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 1:45 മുതൽ 3:30 വരെയാണ് പരീക്ഷ. ഇതിൽ ആദ്യത്തെ 15 മിനിറ്റ് ആശ്വാസ സമയമാണ്. മാർച്ച് 23 അവസാനത്തെ പരീക്ഷ. കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. 16,667 വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. വടകരയിൽ നിന്ന് 16,493 പേരും കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് 15,138 പേരുമാണ് പരീക്ഷ എഴുതുന്നത്. ബേപ്പൂർ VRSS HS നിന്ന് 2 പേരാണ് ഇക്കുറി പരീക്ഷ എഴുതുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറച്ചുപേർ പരീക്ഷ എഴുതുന്ന സ്കൂൾ കൂടിയാണിത്. കോപ്പിയടി ഉൾപ്പെടെയുള്ളവ നിരീക്ഷിക്കാൻ പ്രത്യേക സ്ക്വാഡിന്റെ പ്രവർത്തനം സജീവമാണ്. ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപം വർദ്ധിച്ചതിൽ പ്രതിഷേധിച്ച് LIC ജീവനക്കാർ പണിമുടക്കി. തുടർന്ന് LIC ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ ഇൻഷുറൻസ് നിയമ ഭേദഗതി ബിൽ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പാസാക്കിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് LIC ജീവനക്കാരും ഏജന്റുമാരും തിങ്കളാഴ്ച രാജ്യവ്യാപകമായി പണിമുടക്കിയത്. ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ, നാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഇൻഷുറൻസ് വർക്കേഴ്സ്, BVKS, INDUC എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പണിമുടക്ക്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലീറ്റിന്റെ പുറകെ എല്ലാം വരും. ഇൻഷുറൻസ് ആണ് ഞങ്ങൾ ഫ്ലാഗ്ഷിപ്പായി കണക്കാക്കുന്നത്. ഇൻഷുറൻസിന് ഇതിനകത്തേക്ക് കടക്കാൻ നിങ്ങൾ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നൊരു കുത്തൊഴുക്കായിരിക്കും എന്നുള്ളത്. ഇന്നിപ്പോ എന്താണ്, ഫ്ലാഗ്ഷിപ്പിനെ നമ്മൾ തടുത്തു നിർത്തിയിരിക്കുക. മറ്റു പലതും ഇതിനകത്ത് കടന്നു കയറി ഇന്ത്യ രാജ്യത്ത് വന്ന് അവരുടെ കൈക്കലാക്കി കഴിഞ്ഞു. പണിമുടക്കിയ ജീവനക്കാർ LIC കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. LIC എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി PP കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. എംപ്ലോയീസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, LIC AOI സംസ്ഥാന സെക്രട്ടറി TK വിശ്വൻ, CITU ജില്ലാ ജനറൽ സെക്രട്ടറി T ദാസൻ, KKC പിള്ള, AK രമേശ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. മലബാർ ഗ്രൂപ്പിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭവന നിർമ്മാണ സഹായ വിതരണവും സ്കോളർഷിപ്പ് വിതരണവും നടന്നു. മലബാർ ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഓഫീസ് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ജില്ലാ കലക്ടർ N പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു.
മലബാർ ഗ്രൂപ്പിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനർക്കുള്ള ഭവന നിർമ്മാണ സഹായ വിതരണവും ജീവനക്കാരുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും മലബാർ ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഓഫീസ് അങ്കണത്തിൽ നടന്നു. കോഴിക്കോട് ജില്ലാ കളക്ടർ എൻ പ്രശാന്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിർധനരായ 33 കുടുംബങ്ങൾക്കാണ് പദ്ധതി പ്രകാരം നിർമ്മാണ സഹായം വിതരണം ചെയ്തത്. +2 തലം മുതൽ പ്രൊഫഷണൽ ആൻഡ് നോൺ പ്രൊഫഷണൽ വിഷയങ്ങൾക്ക് തുടർന്ന് പഠിക്കുന്ന ജീവനക്കാരുടെ കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് നൽകിയത്. +1, +2 ക്ലാസുകളിൽ പഠിക്കുന്നവർക്ക് സൗജന്യമായും മറ്റു കോഴ്സുകൾ ചെയ്യുന്നവർക്ക് ലോണായുമാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. സ്കോളർഷിപ്പ് പഠനം പൂർത്തിയാക്കി 1 വർഷത്തിന് ശേഷം പലിശയില്ലാതെ തവണകളായി അടച്ചാൽ മതി. 2008-2009 അധ്യയന വർഷത്തിലാണ് മലബാർ ഗ്രൂപ്പ് ഈ പദ്ധതി ആരംഭിച്ചത്. ഈ വർഷം 78 വിദ്യാർത്ഥികൾക്ക് 3,58,000 രൂപയാണ് സ്കോളർഷിപ്പ് നൽകിയത്. അജയ് കൃഷ്ണൻ ആഭിമുഖ്യത്തിൽ ഭവന നിർമ്മാണ സഹായ വിതരണ ആളുകളെ സഹായിക്കാൻ മലബാർ ഗ്രൂപ്പിന് സാധിച്ചു. ചന്ദ്രൻ ആർ അരിക്കുളം, കോടഞ്ചേരി. ആരോഗ്യരംഗം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സംരക്ഷണം എന്നീ മേഖലകളിലും അർഹതപ്പെട്ടവർക്ക് വിവാഹധന സഹായത്തിനും മലബാർ ഗ്രൂപ്പ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. വളരെയധികം വികസിച്ച ഒരു ജില്ലയുടെ ജില്ലാ കളക്ടർ എന്നറിയപ്പെടുന്നതിനെക്കാട്ടിലും ഒക്കെ സ്നേഹവും സാഹോദര്യവും സമാധാനവും പരസ്പര വിശ്വാസവും ഒക്കെ ഉള്ള ഒരു ജനത അധിവസിക്കുന്ന ഒരു ജില്ലയുടെ കളക്ടറായിട്ട് അറിയപ്പെടാനായിരിക്കും എനിക്ക് താല്പര്യം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷം വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ സെക്കറിയ P ഹുസൈൻ, മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ്, മലബാർ ഗ്രൂപ്പ് ടാക്സ് അഫയേഴ്സ് മാനേജർ അബ്ദുൾ കരീം, അജിത് എന്നിവർ സംസാരിച്ചു. കാലിക്കറ്റ് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് MG പത്മിനി ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. കാലിക്കറ്റ് ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടി അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജി MG പത്മിനി ഉദ്ഘാടനം ചെയ്തു. ആണുങ്ങൾ ചെയ്യുന്ന അതേ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്ന ഡിസ്ട്രിക്ട് ജഡ്ജസ് ചെയ്യുന്ന സെയിം ജോബ് ഈസ് ഇൻട്രസ്റ്റഡ് ടു മീ ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ബീയിങ് എ വുമൺ I am looked up by my fellow judicial officers or by the brothers at the bar. എനിക്ക് അങ്ങനെ ഇതുവരെ from 1987 onwards, from the day when I enrolled as an advocate and till date, I never felt that I was looked down by somebody just because I am a woman. എനിക്ക് ഒരുപാട് പോരായ്മകൾ ബാക്കിയുള്ളവർക്കുള്ള എനിക്ക് കാണും. I don't claim that I am all perfect. I am a human being. I will have my own defects. Over a period of years, I have tried to improve myself also. Even then, we will have some defects in ourselves. That is not because I am a woman or the other side, the person against me is a man. But what I told them, പെണ്ണായതുകൊണ്ട് ഞാൻ ഇത് ചെയ്യില്ല, അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറകോട്ട് പോകുന്നതിനാട്ടി try to do whatever is within your reach. DFO അമൻദീപ് കൌർ മുഖ്യാതിഥിയായി. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് K പ്രിയ അധ്യക്ഷം വഹിച്ചു. കാലിക്കറ്റ് ബാർ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സപ്ന ശ്രീകാന്ത്, സ്മിത M, അഡ്വക്കേറ്റ് സനൂബിയ P എന്നിവർ സംസാരിച്ചു. കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘത്തിന്റെ ആനുകൂല്യ വിതരണം മാനാഞ്ചിറ ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. ഉത്തരമേഖല ADGP N ശങ്കര റെഡ്ഡി ഉദ്ഘാടനം ചെയ്തു. കുടുംബാംഗങ്ങളുടെയും സഹകാരികളുടെയും ക്ഷേമം മുൻനിർത്തി കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം വിവിധ പദ്ധതികളാണ് ആവിഷ്കരിച്ചു വരുന്നത്. അംഗങ്ങളിൽ നിന്ന് മരണമടഞ്ഞ A ദിവാകരൻ, അജയപ്രസാദ്, സായി സഞ്ജിത്ത് എന്നിവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ഹൌസിംഗ് സഹകരണ സംഘം വിതരണം ചെയ്തു. ഉത്തരമേഖല ADGP N ശങ്കർ റെഡ്ഡി ആനുകൂല്യങ്ങളുടെ വിതരണം നിർവഹിച്ചു. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ പേരും ക്ഷേമ പദ്ധതികളിൽ അംഗങ്ങളാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മൾ റിസീവ് ചെയ്തില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മക്കൾ നോക്കാൻ ഈ തുക എത്രയോ കണക്കാക്കും. ദയവ് ചെയ്തിട്ട് ഈ പദ്ധതിയിൽ ചേരണം. അല്ല, അത് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ 14,000 നിങ്ങൾ അടിച്ച രൂപ നിങ്ങൾ റിട്ടയർ ആവുമ്പോൾ സൊസൈറ്റി തിരിച്ച്. ഹൌസിംഗ് സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് നിർവാഹക സമിതി അംഗം T അബ്ദുള്ള കോയ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. DCP D സാലി, DYSP KV പ്രഭാകരൻ, സൌത്ത് AC AJ ബാബു, DYSP N ശ്രീഷ് കുമാർ,
പി മുരളീധരൻ, പി ടി ശശിധരൻ, ടി ശോഭി, സി വിനായകൻ, കെ എസ് ശരത് ബാബു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തയിൽ ഒരിടവേള. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. വിദേശ നിർമ്മിത ഫിഷ് അക്വേറിയങ്ങളുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. വിവിധ തരം അക്വേറിയങ്ങൾ, ആക്സസറീസുകൾ, ഫൗണ്ടൻ തുടങ്ങിയവ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി 10 മുതൽ 50% വരെ വിലക്കുറവിൽ വിറ്റ് കാലിയാക്കുന്നു. ഈ ഓഫർ ഏതാനും ദിവസത്തേക്ക് മാത്രം. പിക്കാസോ, അമൃത ആർക്കേഡ്, മിംസ് ഹോസ്പിറ്റലിന് സമീപം, നിയർ PNB, മിനി ബൈപാസ് റോഡ്, കോഴിക്കോട്. ഫോൺ നമ്പേഴ്സ് 8714271215, 9249500838. 1000 ഭാരതീയ ഗ്രാമങ്ങളിൽ നിന്നും നെയ്തെടുത്ത കോട്ടൺ കളക്ഷനുകളുടെ അദ്ഭുത ശേഖരവുമായി കല്യാൺ സെൽസ് ഒരുക്കുന്നു ബ്രേക്ക് കോട്ടൺ ഫെസ്റ്റ്. ഓരോ ദിവസവും ഫാഷനബിൾ ആക്കാൻ 150 രൂപ മുതൽ കാഷ്വൽ കോട്ടൺ. ഈ സമ്മർ ഡേയ്സ് സ്കൂൾ ഡേയ്സ് ആക്കാൻ 200 രൂപ മുതൽ ടീം കോട്ടൺ. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകാൻ 250 രൂപ മുതൽ ഓഫീസ് കോട്ടൺ. പട്ടിന്റെ പ്രൗഢിനി കോട്ടണിലുമാകാം. 1000 രൂപ മുതൽ പാർട്ടി കോട്ടൺ. 150 രൂപ മുതൽ 4000 രൂപ വരെയുള്ള 2 ലക്ഷത്തിൽ പരം കോട്ടൺ ശ്രേണികളുമായി ഭാരതം ഒരുമിക്കുന്നു ഒരു കോട്ടൺ ഉത്സവത്തിനായി. കല്യാൺ സെൽസ്. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. മലപ്പുറം കാക്കഞ്ചേരിയിൽ കഴിഞ്ഞ 36 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സിന്തറ്റിക് ഇൻഡസ്ട്രീസ് ജനകീയ പ്രതിഷേധം ശക്തമായതുമൂലം അടച്ചുപൂട്ടുന്നു. കമ്പനി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി നാട്ടുകാർ സമരം നടത്തി പോരുകയാണ്. വരുന്ന 31-ന് കമ്പനി അടച്ചുപൂട്ടുമെന്ന് മാനേജ്മെന്റ് തൊഴിലാളികൾക്ക് നോട്ടീസ് നൽകും. ഔഷധ സുഗന്ധവ്യഞ്ജനങ്ങളുടെ സത്ത് വേർതിരിച്ചെടുക്കുന്ന കമ്പനി കഴിഞ്ഞ 36 വർഷമായി കാക്കഞ്ചേരിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കമ്പനിയിൽ നിന്നും പുറത്തുവിടുന്ന പുക മാരക അസുഖങ്ങൾ വരുത്തിവെക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതോടെ ജനങ്ങൾ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി കമ്പനിക്കെതിരെ സമരം തുടങ്ങി. റെഡ് കാറ്റഗറിയിൽപ്പെടുന്ന സിന്തറ്റിക് ഇൻഡസ്ട്രീസ് ഒരു കാരണവശാലും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കാക്കഞ്ചേരി പോലൊരു പ്രദേശത്ത് പ്രവർത്തനം നടത്തരുതെന്ന കർശന നിർദ്ദേശമുണ്ടായിട്ടും ഇവ മറികടന്ന് രാഷ്ട്രീയ ഭരണതലത്തിലെ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കമ്പനിയുടെ പ്രവർത്തിച്ചു പോരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം അങ്ങോട്ട് എത്ര സഹിക്കാൻ വയ്യ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പൊ ശരീരം ഒന്നായിട്ട് നമുക്ക് പൊള്ളിക്കൊണ്ടിരിക്കുക. കാരണം ചൂടും പോയ എടുത്തുകൊണ്ടിരിക്കുക. കാരണം ഇവർ പുറത്തു വിടുന്ന ഈ മാലിന്യങ്ങളും ഈ പുക കാരണം ഇവിടുത്തെ ആളുകൾക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് ഇവരുടെ കൂടെ ഏത് സമയത്തും എല്ലാ സമയത്തും ഇതിനു വേണ്ടിയിട്ട് നിരന്തരം സമരത്തിലാണ് ഞങ്ങൾ. കമ്പനി അടച്ചുപൂട്ടുന്നത് കാണിച്ച് ജില്ലാ കളക്ടർക്കും ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് അധികൃതർക്കും കമ്പനി നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തായാലും വർഷങ്ങളായുള്ള തീരാദുരിതത്തിന് അറുതിയാകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് കാക്കഞ്ചേരി നിവാസികൾ. മദ്യലഹരി മരുന്ന് വിൽപ്പനയ്ക്കെതിരെ പൌരസമിതിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലി നടന്നു. മോരിക്കര പ്രദേശത്ത് വർദ്ധിച്ചുവരുന്ന മദ്യലഹരി വിൽപ്പനയ്ക്കെതിരായാണ് റാലി നടന്നത്. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MA സിറാജ് ഉദ്ഘാടനം ചെയ്തു. കക്കോടി മോരിക്കര പ്രദേശത്തെ വ്യാപകമായ മദ്യലഹരി മരുന്ന് വിൽപ്പനയ്ക്കെതിരെ പൌരസമിതിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലി നടത്തി. സ്ത്രീകളും കുട്ടികളും യുവാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MA സിറാജ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് D ഹരീഷ് കുമാർ അധ്യക്ഷം വഹിച്ചു. രമേശൻ മാറോളി, ചാനാരി വിജയൻ, U ദാമോദരൻ നായർ, മാറോളി ശിവൻ എന്നിവർ സംസാരിച്ചു. ധനമന്ത്രി KM മാണിയെ LDFന്റെ ജനകീയ കൂട്ടായ്മകളിൽ പ്രതീകാത്മക കുറ്റവിചാരണ നടത്തി. പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മകളിൽ 10,000 പങ്കെടുത്തു. ബജറ്റിൽ വെച്ച് വിലപേശി കോടികൾ കോഴ വാങ്ങുകയും ബാർകോഴ കേസിൽ പ്രതിയാകുകയും ചെയ്ത ധനമന്ത്രി KM മാണിയെ LDFന്റെ ജനകീയ കൂട്ടായ്മകളിൽ പ്രതീകാത്മക കുറ്റവിചാരണ നടത്തി. പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ നടന്ന കൂട്ടായ്മകളിൽ 10,000 പങ്കെടുത്തു. മുതലക്കുളത്ത് ചേർന്ന ജനകീയ കൂട്ടായ്മ A പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TP ദാസൻ, IV ശശാങ്കൻ, അഡ്വക്കേറ്റ് MK പ്രേംനാഥ്, ജോബ് കാട്ടൂർ, CP ഹമീദ് എന്നിവർ സംസാരിച്ചു.
ഒളവണ്ണയിൽ നടന്ന ജനകീയ വിചാരണ CPIM ഏരിയ കമ്മിറ്റി അംഗം ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. M രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. K ബൈജു, M ജയപ്രകാശൻ, N മനോജ് കുമാർ, V സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. പാവാങ്ങാട് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച LDF പ്രതിഷേധ കൂട്ടായ്മ A പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. C ബാബുജി അധ്യക്ഷനായിരുന്നു. M രാധാകൃഷ്ണൻ, TP വിജയൻ, MK പ്രജോഷ്, KV ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ അരക്കണലിൽ നടന്ന LDF ജനകീയ വിചാരണ NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. K ഭീഷ്മർ അധ്യക്ഷനായിരുന്നു. KV ശിവദാസൻ, കലാം, PV ശിവദാസൻ, മോഹൻദാസ് തിരുവിച്ചിറ എന്നിവർ സംസാരിച്ചു. പാറപ്പുറം പൌരസമിതിയുടെ ആഭിമുഖ്യത്തിൽ 35ാമത് ദേശീയ ഗെയിംസ് മെഡൽ ജേതാവ് അക്ഷയ് M-ന് പൌരസ്വീകരണം നൽകി. ഒളിമ്പ്യൻ ദിജു ഉപഹാര സമർപ്പണം നടത്തി. ദേശീയ ഗെയിംസ് തൈക്കോണ്ടയിൽ വെങ്കല മെഡൽ നേടിയ അരക്കണർ പാറപ്പുറം സ്വദേശി M അക്ഷയിന് പൌരസമിതി നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വൻ ജനാവലിയുടെ അകമ്പടിയിൽ മെഡൽ ജേതാവിനെ മേലേച്ചിറയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഒളിമ്പ്യൻ V ദിജു നാടിന്റെ ഉപഹാരം സമർപ്പിച്ചു. അടുത്തത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഞാൻ ഒരുപാട് പരിപാടികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളെ കാണുന്ന ഒരു പരിപാടി ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അത് തീർച്ചയായിട്ടും ഈ നാട്ടുകാരുടെ ഒരു വിജയമാണത്. കാരണം ഇന്നൊരു സൺഡേ ആണ്. തീർച്ചയായിട്ടും എല്ലാവരും ടിവിയുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു സമയമാണ് ഇത്. എല്ലാ സിനിമകളും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഇതൊരു നാടിന്റെ വിജയമാണെന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് എല്ലാവരും പുറത്തിറങ്ങി ഇത്രയൊരു വലിയ സദസ്സാക്കാൻ അവർ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ അവരെ ആശംസിക്കുകയാണ്. സ്വീകരണ കമ്മിറ്റി ചെയർമാൻ AM അനിൽകുമാർ അധ്യക്ഷം വഹിച്ചു. കൌൺസിലർമാരായ KK സൈഫുനീസ, PV ഹൈദരലി, കൃപ റെസിഡൻസ് സെക്രട്ടറി KC മുരളി, മേലേച്ചിറ റെസിഡൻസ് സെക്രട്ടറി MV സുകുമാരൻ, പാറപ്പുറം റെസിഡൻസ് പ്രസിഡന്റ് K കൃഷ്ണൻകുട്ടി, നന്മ റെസിഡൻസ് സെക്രട്ടറി K ഗിരീഷ് കുമാർ, യുവതരംഗ സെക്രട്ടറി A രഞ്ജിത്ത് കുമാർ, നവചേതന പ്രസിഡന്റ് ജെയിംസ് ഇമാനുവൽ, നവദർശന സെക്രട്ടറി M ജ്യോതിഷ് കുമാർ, P രവി, M പ്രമോദ്, KP പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. മലപ്പുറം കൊണ്ടോട്ടിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ബസ് ജീവനക്കാർ ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസ് അന്വേഷണം മന്ദഗതിയിലാക്കുന്നതായി പരാതി. സംഭവം നടന്ന് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനോ പ്രതികൾ ജോലി ചെയ്തിരുന്ന ബസ് കണ്ടെത്താനോ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സംഭവവുമായി ബന്ധപ്പെട്ട് മുബാറക്കിന്റെ പിതാവ് ബഷീർ അന്ന് തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരെ കുറിച്ചുള്ള സൂചനയും ഇവർ ജോലി ചെയ്തിരുന്ന ബസ്സിനെ കുറിച്ചുള്ള വിവരവും വ്യക്തമായി നൽകിയിരുന്നു. എന്നാൽ സംഭവം നടന്ന് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനോ പ്രസ്തുത ബസ് കണ്ടെത്താനോ കേസ് അന്വേഷിക്കുന്ന കൊണ്ടോട്ടി പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നതാണ് വാസ്തവം. മർദ്ദനം നേരിട്ട് കണ്ട സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം വിദഗ്ധ ചികിത്സയ്ക്കായി അടുത്ത ദിവസം മുബാറക്കിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. വാർത്തയിൽ മറ്റൊരിടവേള. For you, forever. Apollo Gold, Kozhikode, Tirur, Manjari, Vadagara, Kannur. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓട്ടുകമ്പനി തൊഴിലാളികൾ ബേപ്പൂർ മണ്ഡലത്തിൽ പ്രചാരണ ജാഥ നടത്തി. M ചായു ചുട്ടി ജാഥ ലീഡറായി. മാർച്ച് 10 മുതൽ LDF നേതാക്കൾ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തും.
ഫറോക്ക് മേഖലയിലെ 1000-ലധികം വരുന്ന ഓട്ടുതൊഴിലാളികൾ 50ഓളം ദിവസങ്ങളുമായി സമരത്തിലാണ്. സമരം ഒത്തുതീർക്കുന്നതിന് തടസ്സമായി ഉടമകൾ പറയുന്നത് അസംസ്കൃത വസ്തുവായ കളിമണ്ണ് ലഭിക്കുന്നതിനുള്ള തടസ്സമാണ്. സംസ്ഥാന സർക്കാർ തുടരുന്ന അനാസ്ഥയാണ് കളിമണ്ണ് ലഭിക്കുന്നതിനുള്ള തടസ്സം. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി സമരം ഒത്തുതീർക്കുന്നതിന് ഉടമകൾ തയ്യാറാവണമെന്നും ആയിരക്കണക്കായ തൊഴിലാളി കുടുംബങ്ങളെ പട്ടിണിയിൽ നിന്നും രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ മാർച്ച് 10 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുകയാണ്. സമരത്തിന്റെ പ്രചരണാർത്ഥം പ്രചരണ ജാഥയും സമരപരിപാടികളും നടന്നുവരികയാണ്. ബേപ്പൂർ മണ്ഡലം LDF പ്രചരണ ജാഥ ചാലിയത്ത് നിന്നും ആരംഭിച്ചു. തുടർന്ന് കടലുണ്ടി, മണ്ണൂർ, നല്ലൂർ, പേട്ട, പരുത്തിപ്പാറ, ഫാറൂഖ് കോളേജ്, രാമനാട്ടുകര, ചുങ്കം, റഹ്മാൻ ബസാർ, നല്ലളം, അരീക്കാട്, മാത്തോട്ടം, അരക്കിണർ, നടുവട്ടം, ചെറുവണ്ണൂർ വഴി മടത്തിൽപ്പാടത്ത് സമാപിച്ചു. M. ചായച്ചുട്ടി ജാഥ ലീഡറായിരുന്നു. ഷൺമുഖൻ പിലാക്കാട്ട്, പ്രകാശൻ കറുത്തടത്ത്, ബാലകൃഷ്ണൻ പട്ടത്തിൽ, B. അബ്ദുൽ ലത്തീഫ്, V. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മാർച്ച് 10 നടക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നണിയോട് സഹകരിക്കുന്ന INL, NSC, CMP എന്നീ പാർട്ടികളും നിരാഹാര സമരത്തിൽ പങ്കെടുക്കും. ലോകകപ്പ് ക്രിക്കറ്റിന്റെ ആവേശവുമായി കോസ്മോസ് സ്പോർട്സിന്റെ ഭീമൻ ക്രിക്കറ്റ് ബാറ്റ്. കല്ലുത്താം കടവിലുള്ള ഷോറൂമിലാണ് 20 അടി ഉയരത്തിലുള്ള ബാറ്റ് ഒരുക്കിയത്. ക്രിക്കറ്റ് പ്രേമികൾക്ക് ബാറ്റിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ ടീമിന് വിജയാശംസകൾ നേരാം. കുത്തനെ നിൽക്കുന്ന 3 ക്രിസ് ഗെയിലുകളേക്കാൾ വലിപ്പമുള്ള ക്രിക്കറ്റ് ബാറ്റിൽ ലോകകപ്പിന്റെ ആവേശം. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വിജയ ആശംസകൾ നേരുവാൻ കോസ്മോസ് സ്പോർട്സ് ആണ് 20 അടി ഉയരമുള്ള ക്രിക്കറ്റ് ബാറ്റ് ഒരുക്കിയത്. കോസ്മോസിന്റെ കല്ലുത്താൻ കടവ് ഷോറൂമിന് മുൻപിൽ സ്ഥാപിച്ച ബാറ്റിൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒപ്പുവെക്കാനുള്ള സൌകര്യവുമുണ്ട്. ഒളിമ്പ്യൻ V. ദിജുവും കോസ്മോസ് ബ്രാൻഡ് അംബാസഡർ രാജീവ് പിള്ളയും ചേർന്ന് ആദ്യ ഒപ്പുവെച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ കേരള ക്രിക്കറ്റ് താരം സുനിൽ ഓയസിസ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി, മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലോകകപ്പിനോടനുബന്ധിച്ച് കോസ്മോസ് സ്പോർട്സിന്റെ വിവിധ ഷോറൂമുകളിൽ ക്രിക്കറ്റ് കാർണിവൽ സംഘടിപ്പിക്കുന്നുണ്ട്. ലോകോത്തര കമ്പനികളുടെ ക്രിക്കറ്റ് കിറ്റുകൾ ഇവിടെ ലഭിക്കും. ഉപഭോക്താവിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് ക്രിക്കറ്റ് ഉപകരണങ്ങൾ, ഷൂസുകൾ, അപ്പാരൽസ്, ആക്സസറികൾ എന്നിവയും ലഭിക്കുന്നതാണ്. വിവിധ ബ്രാൻഡുകളുടെ ക്രിക്കറ്റ് അനുബന്ധ ഉപകരണങ്ങളുടെ പ്രദർശനവും കാർണിവലിൽ നടക്കും. ലോകകപ്പ് സീസൺ അവസാനിക്കുന്ന 28 വരെയാണ് കാർണിവൽ നടക്കുന്നത്. കോസ്മോസ് സ്പോർട്സിന്റെ പുതിയ ഷോറൂമുകൾ തിരുവനന്തപുരം, തൃശൂർ, മഞ്ചേരി എന്നിവിടങ്ങളിൽ ഉടൻ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസത്തെ വേനൽ മഴയിലും കാറ്റിലും കൊയിലാണ്ടിയിൽ നടന്ന അപകടങ്ങളിൽ 2 മരണം. വടകര അഴിയൂർ താഴെ പാട്ടിത്ത് മുഹമ്മദ് ഹനീഫ, വടക്കേടത്ത് ജോർജിന്റെ മകൻ ജോജി എന്നിവരാണ് മരിച്ചത്. വേനൽ മഴയ്ക്കിടെ ജില്ലയിൽ 2 ഓട്ടോറിക്ഷ അപകടങ്ങളിൽ 2 പേർ മരിച്ചു. നന്ദി കടലൂരിൽ മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിൽ കടപുഴകി തെങ്ങ് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയുടെ മുകളിൽ വീണ് യാത്രക്കാരൻ മരിച്ചു. വടകര അഴിയൂർ താഴെ പാട്ടിത്ത് മുഹമ്മദ് ഹനീഫയാണ് മരിച്ചത്. വൈകിട്ട് കടലൂരിലെ ബന്ധുവീട്ടിലേക്ക് പോകുമ്പോഴാണ് മുഹമ്മദ് ഹനീഫ അപകടത്തിൽപ്പെട്ടത്. ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഹനീഫ. ഭാര്യ സുഹറ, മക്കൾ ജംസീറ, അൻസീർ. നരിനടയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ വടക്കേടത്ത് ജോർജിന്റെ മകൻ ജോജി മരിച്ചു. വൈകിട്ട് 6:30 കൊക്കപ്പുഴ പടിയിൽ ചക്കിട്ടപ്പാറയിൽ നിന്ന് നരിനടയ്ക്ക് പോകുമ്പോഴാണ് കനത്ത മഴയ്ക്കിടെ ഓട്ടോ മറിഞ്ഞത്. പരുക്കേറ്റ യാത്രക്കാരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മായയാണ് മരിച്ച ജോജിയുടെ ഭാര്യ. മകൻ അലൻ. ഇനി റെസിഡൻസ് അസോസിയേഷൻ വാർത്തകൾ. പ്രിയം റെസിഡൻസ് അസോസിയേഷനും ലയൺസ് ആൻഡ് ലയണസ് ക്ലബ് ഓഫ് കാലിക്കറ്റും ജൂനിയർ ചേംബർ ഇന്റർനാഷണലും സംയുക്തമായി സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്വാസകോശ രോഗനിർണയം, ദന്തരോഗനിർണയം, ജനറൽ ചെക്കപ്പ് എന്നിവയായിരുന്നു കോംട്രസ്റ്റ് ഐ കെയർ സൊസൈറ്റിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് ജ്യോതിലാൽ, സെക്രട്ടറി പ്രണബ്, ട്രഷറർ സുനിൽ കുമാർ, അമ്മിണി വർമ്മ, ഇക്ബാൽ, സജി കെ രാജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഡോക്ടർ അശ്വിനി, ഡോക്ടർ രാജഗോപാൽ, ഡോക്ടർ ബബി NH, ഡോക്ടർ കശ്യപ് എന്നിവർ പരിശോധനയ്ക്കും നേതൃത്വം നൽകി. ഇനി സ്കൂൾ കലോത്സവ വാർത്തകൾ. നല്ലളം റെയിൻബോ പബ്ലിക് സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ സ്കൂൾ അങ്കണത്തിൽ നടന്നു. പ്രശസ്ത സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് ഇല്ലിക്കെട്ട് നമ്പൂതിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക സുബൈദ, സ്കൂൾ മാനേജർ ഷെഫീർ, TP മമ്മു മാസ്റ്റർ, MV നാസർ, കൌൺസിലർമാരായ സൽമ റഹ്മാൻ, സബിത കോടി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അരക്കിണർ ജിനരാജദാസ് ALP സ്കൂളിന്റെ 105ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. യാത്രയപ്പ് സമ്മേളനം കൌൺസിലർ T ഹസൻ ഉദ്ഘാടനം ചെയ്തു. മുൻ MLAയും സ്കൂൾ മാനേജറുമായ VKC മുഹമ്മദ് കോയ അധ്യക്ഷം വഹിച്ചു.
പ്രധാന അധ്യാപിക PS ചിത്രാവതി, ദയാപുരം എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സെന്റർ പ്രതിനിധി CT അബ്ദുറഹീം, K സജീവോത്തമൻ, കൃഷ്ണകുമാർ, P ദേവരാജൻ, KV ശിവദാസൻ, D പ്രസാദ്, C കരുണൻ, A വേണു, റോസമ്മ മാത്യു, K പ്രിയ, KV അബ്ദുള്ള മാസ്റ്റർ, VP സുധീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നല്ലളം ന്യൂസ് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിന്റെ 29ാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് അഷ്റഫ്, ഉണ്ണി മൊയ്ൻ, സ്കൂൾ പ്രധാന അധ്യാപിക മുനീറ ടീച്ചർ, വൈസ് പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ, MC മായിൻ ഹാജി, ബാപ്പുട്ടി ഹാജി, ഉമ്മർ കോയ, കൌൺസിലർ സബിത കോടി, കുഞ്ഞാമുട്ടി എന്നിവർ സംസാരിച്ചു. പട്ടുറുമാൽ സീസൺ 1 വിജയി സുറുമി മുഖ്യാതിഥിയെ പങ്കെടുത്തു. വിവിധ പരീക്ഷകളിൽ വിജയം നേടിയ കുട്ടികൾക്ക് ന്യൂസ് പ്രസിഡന്റ് ബാപ്പു ഹാജി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് സുറുമി അവതരിപ്പിച്ച കരോക്കെ ഗാനമേളയും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. വാർത്തകൾ ചുരുക്കത്തിൽ. 365 ദിവസവും 24 മണിക്കൂറും പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും ഉപകരിക്കുന്ന ഓട്ടോമാറ്റിക് ക്യാഷ് ഡെപ്പോസിറ്റ് കം ഡിസ്പെൻസിംഗ് മെഷീൻ അഥവാ റീസൈക്ലർ ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ ആദ്യമായി കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ ആരംഭിക്കുകയാണെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. ഒരേ സമയം 200 നോട്ടുകൾ വരെ മെഷീൻ സ്വീകരിക്കും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോഴിക്കോട് ബ്രാഞ്ച് മുൻ പ്രസിഡന്റും ഡോക്ടർ BC റോയ് അവാർഡ് ജേതാവുമായ ഡോക്ടർ K മാധവൻകുട്ടിയുടെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി IMA കോഴിക്കോട് ബ്രാഞ്ച് കേരളീയം കലാസന്ധ്യ സംഘടിപ്പിക്കുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 6 മുതൽ 8 മണി വരെയാണ് പരിപാടിയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്പീക്കർ G കാർത്തികേയന്റെ നിര്യാണത്തിൽ ബേപ്പൂരിൽ ചേർന്ന സർവകക്ഷി യോഗം അനുശോചിച്ചു. കൌൺസിലർ T ഹസൻ അധ്യക്ഷനായിരുന്നു. P മാധവദാസ്, മുഹമ്മദ് കോയ, K വിജിത്, KP ഹുസൈൻ, K വിശ്വനാഥൻ, KP രാജൻ, KP ഷാഫി മാസ്റ്റർ, തമ്പിരാജ്, M ബഷീർ, ഷെറി, ബേപ്പൂർ രാധാകൃഷ്ണൻ, P രാമകൃഷ്ണൻ എന്നിവർ അനുശോചന യോഗത്തിൽ സംസാരിച്ചു. രാജേന്ദ്ര നഴ്സിംഗ് ഹോം, JCI കോഴിക്കോട്, YWCA കോഴിക്കോട്, WICA കോഴിക്കോട് സംയുക്തമായി ലോക വനിതാ ദിനം കൊണ്ടാടി. ഡോക്ടർ ഷീലാനൂൺ ജസ്റ്റിസ് മേക്ക് ഇറ്റ് ഹാപ്പൻ എന്ന വിഷയത്തെപ്പറ്റി ക്ലാസ് എടുത്തു. ഡോക്ടർ ഐറിൻ ഹണ്ട്, മിസിസ് ആനി ചാലി, അനുരാധ ജയപ്രകാശ്, ദിവ്യ സാജൻ, സജന സുരാജ്, അപർണ എന്നിവർ പ്രസംഗിച്ചു. സൗമ്യ, നിർഭയ കൂടാതെ പെൺഭ്രൂണഹത്യയിലൂടെ ജനിക്കാതെ പോയ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ പീഡനങ്ങളും സഹിച്ചുകൊണ്ട് തന്റെ എല്ലാ ജോലികളും ചിരിച്ചുകൊണ്ട് തീർക്കുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി മെഴുകുതിരി കത്തിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപം വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് LIC ജീവനക്കാർ പണിമുടക്കി. മലബാർ ഗ്രൂപ്പിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭവന നിർമ്മാണ സഹായ വിതരണവും സ്കോളർഷിപ്പും. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ സംഘടനകൾ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ,